അധ്വാനിക്കും സ്നേഹിതരെ, ഭാരം ചുമപ്പവരെ, ആശ്വാസം നിങ്ങൾക്ക് നേടിടുവാനായി രക്ഷകനേശു വിളിച്ചിടുന്നു. ആശ്വാസം നിങ്ങൾക്ക് നേടിടുവാനായി രക്ഷകനേശു വിളിച്ചിടുന്നു. ആശയോടെ യേശുവിൻ ചാരെ വരൂ, ആശ്വാസം നൽകുമവൻ. ആശയോടെ യേശുവിൻ ചാരെ വരൂ, ആശ്വാസം നൽകുമവൻ. അധ്വാനിക്കും സ്നേഹിതരെ, ഭാരം ചുമപ്പവരെ, അധ്വാനിക്കും സ്നേഹിതരെ, ഭാരം ചുമപ്പവരെ, നിങ്ങൾ തൻ ക്ലേശങ്ങളേതാകിലും, പാപമോ രോഗമോ മറ്റെന്താകിലും, നിങ്ങൾ തൻ ക്ലേശങ്ങളേതാകിലും, പാപമോ രോഗമോ മറ്റെന്താകിലും, വിശ്വാസത്തോടെ കടന്നു വരൂ, ക്ലേശങ്ങൾ നീക്കുമവൻ. വിശ്വാസത്തോടെ കടന്നു വരൂ, ക്ലേശങ്ങൾ നീക്കുമവൻ. അധ്വാനിക്കും സ്നേഹിതരെ, ഭാരം ചുമപ്പവരെ, അധ്വാനിക്കും സ്നേഹിതരെ, ഭാരം ചുമപ്പവരെ, നന്മ ചെയ്യുവാൻ നിങ്ങൾക്ക് ആശയുണ്ടെങ്കിലും തിന്മയതല്ലോ ചെയ്തിടുന്നു. നന്മ ചെയ്യുവാൻ നിങ്ങൾക്ക് ആശയുണ്ടെങ്കിലും തിന്മയതല്ലോ ചെയ്തിടുന്നു. പാപമതിലൂടെ കാരണമേ, പാപത്തെ നീക്കുമവൻ. പാപമതിലൂടെ കാരണമേ, പാപത്തെ നീക്കുമവൻ. അധ്വാനിക്കും സ്നേഹിതരെ, ഭാരം ചുമപ്പവരെ, അധ്വാനിക്കും സ്നേഹിതരെ, ഭാരം ചുമപ്പവരെ, ഭക്തവിചാരത്തിൽ വീണുലയാതെ കർത്താവേശുവിൽ ആശ്രയിപ്പിൻ. ഭക്തവിചാരത്തിൽ വീണുലയാതെ കർത്താവേശുവിൽ ആശ്രയിപ്പിൻ. നിത്യനിരാമയ സ്വർഗസുഖം നിശ്ചയം നൽകുമവൻ. നിത്യനിരാമയ സ്വർഗസുഖം നിശ്ചയം നൽകുമവൻ. അധ്വാനിക്കും സ്നേഹിതരെ, ഭാരം ചുമപ്പവരെ, അധ്വാനിക്കും സ്നേഹിതരെ, ഭാരം ചുമപ്പവരെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ മധ്യാഹ്ന വേളയിൽ കർത്താവായ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷവുമായി ഈ ദേശത്തിൻ്റെ നടുവിലേക്ക് കടന്നു വരുവാൻ ദൈവം ഞങ്ങൾക്ക് നൽകിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ ദേശത്തോട് ഞങ്ങൾക്ക് അറിയിക്കുവാനുള്ളത് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷമാണ്. ഈ മധ്യാഹ്ന വേളയിൽ ചിലപ്പോൾ നിങ്ങളിൽ ചിലരെങ്കിലും ചിന്തിച്ചേക്കാം, എന്താ ഉദ്ദേശത്തോടു കൂടെയാണ് ഇവർ കടന്നു വന്നിരിക്കുന്നത്? മറ്റേതെങ്കിലും കാര്യങ്ങളില്ലാഞ്ഞിട്ടാണോ ഇവർ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്? മറ്റു പണികളോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാതെ സുവിശേഷം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കടന്നു വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? വിവിധ നിലകളിൽ വിവിധ മനോനിലകളോടുകൂടെ ഈ ആത്മീക കൂട്ടായ്മയെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കാം നിങ്ങളിൽ പലരും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ഈ മധ്യാഹ്ന വേളയിൽ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നത്
കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് ഒരു പുതിയ സൃഷ്ടിയായി തീരുവാൻ കഴിയും എന്നുള്ള ആത്മീക സത്യമാണ്. ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് ഇപ്രകാരം പറയുക, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു. പുതിയ സൃഷ്ടി എന്ന് പറയുമ്പോൾ പഴയ സൃഷ്ടിയും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ടാണ് അതിനെ വിശേഷമായിട്ട് അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് പുതിയത് എന്ന് എടുത്തു പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ, സത്യവേദ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും ഉണ്ടാക്കി എന്നുള്ളതായ ഒരു പരാമർശത്തോടുകൂടെയാണ് വേദപുസ്തകം ആരംഭിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ സകല കാര്യങ്ങളുടെയും ഉൽപ്പത്തിയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഈ കാണുന്ന പ്രപഞ്ചത്തിൻ്റെ പ്രാരംഭത്തെക്കുറിച്ച് ഇന്ന് ശാസ്ത്രം വിവിധ നിലകളിലുള്ള സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്നു, ഇതിനൊരു സൃഷ്ടാവുണ്ടെന്നും ആദിയിൽ ആ സൃഷ്ടാവ് ആകാശവും ഭൂമിയും അതിലുള്ള സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചുവെന്ന് ദൈവത്തിൻ്റെ വചനം പറയുക. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സൃഷ്ടാവ് ഈ സൃഷ്ടികളെ 6 ദിവസങ്ങൾ കൊണ്ട് പൂർത്തീകരിച്ചുവെന്നാണ് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ സൃഷ്ടികളുടെയൊക്കെയും ആകത്തുകയാണ് ഇന്ന് നാം ഈ കാണുന്ന ലോകവും അതിൽ കാണപ്പെടുന്ന സകല ചരാചരങ്ങളും. മനുഷ്യ ജീവിതത്തെ എടുത്തു നോക്കിയാൽ ഇതെല്ലാം തന്നെ ഈ പഴയ സൃഷ്ടിയുടെ ഭാഗമായിരിക്കുന്നുവെന്ന് നമുക്ക് കാണുവാൻ കഴിയും. എന്തുകൊണ്ടാണ് ഇത് പഴയതായി തീർന്നത്? ഈ സൃഷ്ടിയെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദൈവം ഈ സൃഷ്ടിപ്പിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നടത്തുമ്പോൾ, ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോഴും ദൈവം പറയുന്നു താൻ സൃഷ്ടിച്ചുണ്ടാക്കിയതൊക്കെയും നല്ലത് എന്ന് ദൈവം കണ്ടു എന്നാണ്. നല്ലതായി ദൈവം കണ്ടതായ ഈ സൃഷ്ടി പിന്നത്തേതിൽ തിന്മയായി തീർന്നു, അല്ലെങ്കിൽ ദോഷമായി തീർന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. എങ്ങനെയാണ് ഈ കാണുന്ന സൃഷ്ടി പഴയതായി തീർന്നത് അല്ലെങ്കിൽ ദോഷമായി തീർന്നത്? അതിൻ്റെ കാരണം ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന മനുഷ്യ സമൂഹമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നും ഈ പ്രപഞ്ചം നേരിടുന്നതായ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് മനുഷ്യൻ തന്നെയാണ്. മനുഷ്യൻ തന്നെ അവൻ്റെ അടിസ്ഥാനത്തിന് അല്ലെങ്കിൽ അവൻ്റെ നിലനിൽപ്പിന്, അവൻ്റെ കാൽച്ചുവട്ടിലെ മണ്ണ് തുരന്നു കളയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഒരിക്കൽ ഞാൻ ഒരു വെള്ളത്തിനടിയിൽ മുങ്ങി ഡൈവിങ്ങിൻ്റെ പ്രവർത്തികളൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയുമായി സംസാരിക്കുമ്പോൾ, താൻ കടലിൻ്റെ ആഴങ്ങളിൽ പോയി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ തന്നോട് സംസാരിച്ചപ്പോൾ ഇങ്ങനെ ചോദിച്ചു, കടലിൻ്റെ അടിയിലേക്ക് അഗാധതയിലേക്കൊക്കെ പോകുമ്പോൾ വലിയ വലിയ മത്സ്യങ്ങളൊക്കെ കാണത്തില്ലേ? നമ്മൾ ചെറിയ മനുഷ്യരല്ലേ, അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഈ മത്സ്യങ്ങളൊന്ന് വാവിളർന്നു കഴിഞ്ഞാൽ അത് നമ്മെ വിഴുങ്ങിക്കളയത്തില്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് മറുപടി പറഞ്ഞത്, കടലിൽ ഭീകരജീവികളെന്ന് പറയുന്ന അനേക മത്സ്യങ്ങളുണ്ടെങ്കിലും അതൊന്നും നമുക്കൊരു ദോഷവും ചെയ്യത്തില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരജീവി മനുഷ്യൻ തന്നെയാണ് എന്ന് താൻ പറയുവാനിടയായിത്തീർന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ കാണുന്ന പ്രപഞ്ചത്തിൽ ദൈവം അനേക വിധത്തിലായ വലുതും ചെറുതുമായ അനേക ജീവജാലങ്ങളെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഈ പ്രപഞ്ചത്തിന് വിനാശം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ജീവി അല്ലെങ്കിൽ ഭീകരജീവി എന്ന് പറയുന്നത് മനുഷ്യൻ തന്നെയാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തിരുവചനം അതിൻ്റെ ആത്മീക അവസ്ഥയെക്കുറിച്ച് ഇങ്ങനെ പറയുകയാണ്, ഏക മനുഷ്യനാൽ പാപം ലോകത്തിലേക്ക് കടന്നു, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നുവെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു. എന്നെ കേൾക്കുന്ന ആ പ്രിയ സഹോദരങ്ങളെ, ഈ സൃഷ്ടി പഴയതായി തീരുവാനുള്ള കാരണം ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് പറയുന്നു, മനുഷ്യൻ ചെയ്ത പാപവും അതിൻ്റെ അനന്തരഫലമായി ലോകത്തിൽ കടന്ന മരണവുമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നാം പത്രമാധ്യമങ്ങളിലൂടെയും വിവിധ മാധ്യമങ്ങളിലൂടെയും ലോകത്തിൽ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അനേക കാര്യങ്ങളെ കണ്ടുകൊണ്ടിരിക്കുക. ഇതിനെന്താണ് പരിഹാരമെന്ന് നൂറ്റാണ്ടുകളായിട്ട് അനേക തത്വചിന്തകന്മാർ കിണഞ്ഞ് ചിന്തിക്കുകയും പലവിധത്തിലുള്ളതായ സങ്കല്പങ്ങൾ സങ്കല്പിക്കുകയും ഒരു ഉത്തമമായൊരു രാജ്യം അല്ലെങ്കിൽ എല്ലാ മനുഷ്യർക്കും ഒരു ഉത്തമ മനുഷ്യർ ജീവിക്കുന്ന ഒരു രാജ്യത്തെ സ്വപ്നം കാണുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. പക്ഷേ ആ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരത്തിലേക്ക്
ലോകത്തിലേക്ക് ഇതുവരെയും വരുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. പ്ലേറ്റോ എന്ന് പറയുന്നതായ ഒരു തത്വചിന്തകൻ റിപ്പബ്ലിക് എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതുവാനിടയായി തീർന്നു. റിപ്പബ്ലിക് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഉട്ടോപ്യ എന്ന് പറയുന്നതായ ഒരു സാമ്രാജ്യം, ഒരു സാങ്കല്പിക സാമ്രാജ്യത്തെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ആ സാങ്കല്പിക സാമ്രാജ്യത്തിൽ എല്ലാ മനുഷ്യരും സന്മാർഗികളാണ്, ഭരണാധികാരികളെല്ലാം സത്യസന്ധരാണ്, എല്ലാ നിലയിലും ഒരു ദൈവരാജ്യ സദൃശ്യമായ ഒരു സാമ്രാജ്യത്തെ താനതിൽ സങ്കല്പിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഉട്ടോപ്യ എന്നുള്ള വാക്ക് തന്നെ നമ്മൾ ചിലപ്പോൾ ഉപയോഗിക്കാറുണ്ട്. ഉട്ടോപ്യൻ ചിന്താഗതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കുവാൻ സാധ്യതയില്ലാത്ത സങ്കല്പത്തിൽ മാത്രമുള്ളതായ ഒരു കാര്യം എന്നാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മനുഷ്യർ വിവിധ കാലഘട്ടങ്ങളിൽ ജീവിച്ച തത്വജ്ഞാനികളെല്ലാം ആ മനുഷ്യകുലത്തിന് ഒരു ഉത്തമമായൊരു മാതൃകയെ വരച്ചു കാണിച്ചിട്ടുണ്ടെങ്കിലും അതിനെ സാക്ഷാത്കരിക്കുവാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ കാരണം മനുഷ്യൻ്റെ പാപവും പാപനിമിത്തമായി ലോകത്തിലേക്ക് കടന്ന മരണവുമാണ്. ആ വിധത്തിൽ ഈ ലോകം ഒരു പഴയ സൃഷ്ടിയായി മാറ്റപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ വെളിച്ചത്തിൽ നാം ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ വാക്യത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നപ്പോൾ യേശുവിനെ കുറിച്ച് ഇപ്രകാരം പറയുകയാണ്: കർത്താവായ യേശു ക്രിസ്തുവിൽ ഒരുവൻ വിശ്വസിച്ച് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി തീരുന്നു എന്ന് വ്യക്തമായിട്ട് പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്താണ് പുതിയ സൃഷ്ടിയായി തീരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പഴയ സൃഷ്ടി എന്നുള്ള ഒരു അനുഭവത്തിൽ നിന്ന് പുതുതായ ഒരു അനുഭവത്തിലേക്ക്. ദൈവത്തിന് സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ, അതിന് രണ്ട് അനുഭവങ്ങൾ നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഒന്ന്, നാം ഇപ്പോൾ ആയിരിക്കുമ്പോൾ ഒരു പുതിയ സൃഷ്ടിയായി തീരുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആന്തരിക സ്വഭാവങ്ങൾക്ക് മാറ്റം വരിക എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്നതായ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ വിവിധങ്ങളായ ആ ജീവിതത്തിൽ വിവിധങ്ങളായ അടിമത്വങ്ങളിൽ ഇരിക്കുന്നവരായിരിക്കാം. ചിലപ്പോൾ ലഹരി പദാർത്ഥങ്ങളുടെ അടിമത്വങ്ങളിൽ ഇരിക്കുന്നവരായിരിക്കാം, ചിലർ മദ്യപാനത്തിന് അടിമകളായിരിക്കാം, ചിലർ പുകവലിക്ക് അടിമകളായിരിക്കാം. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ഈ അടിമത്വങ്ങളിൽ നിന്ന് വിടുവിച്ച് നിങ്ങളെ പുതിയ സൃഷ്ടിയാക്കി മാറ്റുവാൻ യേശുക്രിസ്തുവിലൂടെയുള്ള സുവിശേഷത്തിന് സാധിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഈ പുതിയ സൃഷ്ടിയായി തീരണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു: നിങ്ങൾക്കൊരു പുതിയ ഹൃദയം ആവശ്യമാണ്, പുതിയൊരു ആത്മാവും ആവശ്യമാണ്. ഈ പഴയ ഹൃദയത്തോടുകൂടെ ജീവിച്ച് നിങ്ങൾക്കൊരു പുതിയ സൃഷ്ടിയായി തീരുവാൻ ഒരു നാളും സാധ്യമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇന്ന് ഈ ലോകത്തിൽ ജീവിക്കുന്ന ഏതു മനുഷ്യനും പാപമെന്ന് പറയുന്ന ഒരു മഹാസർപ്പത്തിൻ്റെ വായിലിരിക്കുകയാണ്. ആ പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടിട്ടല്ലാതെ ഒരു പുതിയ സൃഷ്ടിയായി തീരുക എന്ന് പറയുന്നൊരു അനുഭവം ഒരുവന് സ്വപ്നം കാണുവാൻ പോലും കഴിയത്തില്ല. ആ എഴുത്തച്ഛൻ അധ്യാത്മരാമായണം എന്ന് പറയുന്ന പുസ്തകം എഴുതുമ്പോൾ അതിലിപ്രകാരം ഒരു ശ്ലോകം നമുക്ക് കാണുവാൻ കഴിയും: ചക്ഷുശ്രവണകളസ്ഥമാം ദർദുരം ഭക്ഷണത്തിനായി അപേക്ഷിക്കുന്നത് പോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു. അർത്ഥം ഇങ്ങനെയാണ്: ചക്ഷുശ്രവണൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാമ്പ് എന്നാണ്. ചക്ഷുശ്രവണൻ്റെ ഗളത്തിൽ അല്ലെങ്കിൽ വായിൽ തൊണ്ടയിലിരിക്കുന്ന തവള, അല്ലേ, ദർദുരം തവള, ഭക്ഷണത്തിനായിട്ട് അപേക്ഷിക്കുന്ന പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാമ്പിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു തവളയെ കണ്ടു. തവളയെ പിടിച്ച് വിഴുങ്ങുവാനുള്ള ഒരു പരിശ്രമം നടത്തി. തവള പാമ്പിൻ്റെ വായിലിരിക്കുമ്പോഴാണ് തവളയുടെ അടുത്തുകൂടെ ഒരു ഈച്ച പറന്നുപോയത്. ഈച്ച പറന്നുപോയപ്പോൾ പാമ്പിൻ്റെ വായിലിരിക്കുന്ന തവള ഈച്ചയെ പിടിക്കുവാനായിട്ട് നാക്ക് നീട്ടുകയാണ്. ദൈവത്തിന് സ്തോത്രം. കാലാഹിന പരിഗ്രസ്തമാം ലോകവും, കാലത്തിൻ്റെ പിടിയിലമർന്നു പോയ ലോകവും ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു. ചിന്തയില്ലാതെ ഭോഗങ്ങൾ തേടി ജീവിക്കുന്നൊരു കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പഴയ സൃഷ്ടിയുടെ ഒരു അനുഭവം അതാണ്. ഒരു പുതിയ ഹൃദയവും പുതിയൊരാത്മാവും നിങ്ങൾക്ക് പ്രാപിപ്പാൻ കഴിയുന്നില്ല എങ്കിൽ ഞങ്ങളെ കേൾക്കുന്ന ആ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ആത്മാവിനെ കുറിച്ച് ചിന്തയില്ലാതെ ഈ ലോകത്തിൻ്റെ സുഖഭോഗങ്ങൾക്ക് പിന്നാലെ മാത്രം പോയി ജീവിതം അവസാനിക്കേണ്ടുന്ന ഒരു ഗതികേട് നിങ്ങൾക്കുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്ന ഒരു സത്യം ഇന്നതാണ്: നിങ്ങളിൽ നിത്യമൂല്യമുള്ള ഒരു ആത്മാവുണ്ട്. നിങ്ങൾ പഴയ സൃഷ്ടിയായിട്ട് തുടരുകയാണെങ്കിൽ, നിങ്ങൾ അകപ്പെട്ട് കിടക്കുന്ന പാപബന്ധനങ്ങളിൽ ഇനിയും തുടരുകയാണ്
ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളെ നിത്യനാശത്തിലേക്ക്, നിത്യ നരകത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് തിരുവചനത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആകയാൽ ഇന്ന് ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്ന ഈ ആത്മീക സുവിശേഷ സത്യങ്ങളെ സ്വീകരിച്ച് ക്രിസ്തുവിലേക്ക് കടന്നു വരണമെന്ന് ഞങ്ങൾ നിങ്ങളോട് പറയുകയാണ്. തിരുവചനത്തിൽ പ്രകാരം പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയായി തീരുകയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാൻ അവർക്ക് പുതിയൊരു ഹൃദയം കൊടുക്കും. കല്ലായുള്ള ഹൃദയം അവരുടെ ജഡത്തിൽ നിന്ന്, ശരീരത്തിൽ നീക്കിയിട്ട് മാംസമായുള്ള ഒരു ഹൃദയം അവർക്ക് കൊടുക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. ദൈവ ശബ്ദം കേൾക്കുവാൻ കഴിയുന്ന ഒരു ഹൃദയം, ദൈവത്തെ അറിയുവാൻ കഴിയുന്ന ഒരു ഹൃദയം. ചിലപ്പോൾ ചില നാസ്തിക ചിന്താഗതികളുള്ളവരാരെങ്കിലും ചിലപ്പോൾ ഞങ്ങളുടെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാകാം. അവർ ചിന്തിക്കുന്നത് ദൈവമില്ല, അല്ലെങ്കിൽ ദൈവത്തെ ഞങ്ങൾ അറിയുന്നില്ല, ദൈവശബ്ദമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ കേൾക്കുന്നില്ല. കാരണം ഇതാണ്, നിങ്ങൾ പഴയ സൃഷ്ടിയുടെ ഭാഗമാകയാൽ നിങ്ങളുടെ ഹൃദയം കല്ലായിരിക്കുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തിങ്കിൽ കർത്താവായ യേശുവിലേക്ക് നോക്കുമ്പോൾ ആ കല്ലായുള്ള ഹൃദയം നീക്കപ്പെട്ടിട്ട് ഒരു മാംസമായുള്ള ഒരു ഹൃദയം, സെൻസിറ്റീവായിട്ടുള്ള സംവേദനക്ഷമതയുള്ളതായൊരു ഹൃദയം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. ആ സംവേദനക്ഷമതയുള്ളതായൊരു ഹൃദയം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ സുവിശേഷ ദൂതുകളെ ശ്രവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ജീവിതങ്ങളെ യേശുവിനായി സമർപ്പിക്കുവാൻ കഴിയും. ദൈവത്തിൻ്റെ വചനത്തിൽ വിഭാവനം ചെയ്തിരിക്കുന്നതായ ഒരു പുതിയ സൃഷ്ടിയായി മാറുവാൻ നിങ്ങൾക്ക് കഴിയും. ഇതിലൂടെ നിങ്ങളുടെ ആത്മാവിന് നിത്യ വിശ്രാമത്തെ അനുഭവിക്കുവാനായിട്ട് കഴിയും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ആത്മീയ അനുഭവങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ഞങ്ങൾ അനുഭവിക്കുന്നത് കൊണ്ടാണ് ഈ സത്യങ്ങൾ നിങ്ങളോടും അറിയിക്കുവാനായിട്ട് ഇവിടെ ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. പഴയ സൃഷ്ടിയിൽ നിന്നും മാറി ഒരു പുതിയ സൃഷ്ടിയായി തീരുവാൻ നിങ്ങൾ ചെയ്യേണ്ടുന്നത് നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ കർത്താവായ യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, പാപക്കടങ്ങളെ ക്ഷമിക്കുവാൻ കർത്താവായ യേശു ഒരുക്കമുള്ളവനാണ്. നാം ചെയ്തതായ പാപത്തിന്റെ എല്ലാ കടങ്ങളും കാൽവരി ക്രൂശിൽ കർത്താവ് അതിനൊരു പ്രായശ്ചിത്തമായി തീർന്നുകൊണ്ട് പാപങ്ങളുടെ കടങ്ങളെല്ലാം ഇളച്ചു തന്ന് നമ്മുടെ മനസ്സിനെയും മനസാക്ഷിയെയും ശുദ്ധീകരിക്കുന്നതായി ദൈവത്തിന്റെ വചനം പറയുകയാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ആനന്ദം എന്ന് പറയുന്നത് ഒരു നല്ല മനസാക്ഷി ഒരു മനുഷ്യന് നൽകുന്ന ആനന്ദമാണ്. നിങ്ങൾക്ക് സാമ്പത്തികമായ നല്ല നിലകൾ ചിലപ്പോൾ നേടിയെടുക്കുവാൻ കഴിഞ്ഞേക്കാം. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സുഖ സൗകര്യങ്ങൾ നേടുവാൻ കഴിഞ്ഞേക്കാം. പ്രിയ സഹോദരങ്ങളെ, ഏറ്റവും വില കൂടിയ നല്ല കിടക്കുകൾ നിങ്ങൾക്ക് വാങ്ങുവാൻ കഴിയും. ഉറക്കത്തെ വാങ്ങുവാനായിട്ട് ഒരു നാളും സാധ്യമല്ല. ഏറ്റവും വിലയേറിയ ഭക്ഷണത്തെ നിങ്ങൾക്ക് കഴിക്കുവാൻ കഴിയും. സംതൃപ്തി അനുഭവിപ്പാനായിട്ട് നിങ്ങൾക്ക് കഴിയുകയില്ല. ഞങ്ങളെ കേൾക്കുന്ന ആ പ്രിയ സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിലൂടെ മാത്രമേ ആ നിത്യമായ സംതൃപ്തി നിങ്ങൾക്ക് അനുഭവിപ്പാനായിട്ട് കഴിയത്തുള്ളൂ. ദൈവത്തിന്റെ വചനത്തിൽ കർത്താവായ യേശു ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ അടുക്കൽ വരുന്നവന് ഒരു നാളും വിശക്കുകയില്ല, എൻ്റെ അടുക്കൽ വരുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല. എന്താണ് ഈ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം? ഈ ജീവിതയാത്രയിൽ ഒരു മനുഷ്യന് യഥാർത്ഥമായ സംതൃപ്തി ഉണ്ടാകണമെങ്കിൽ, യഥാർത്ഥമായൊരു സ്വസ്ഥതയുണ്ടാകണമെങ്കിൽ, യഥാർത്ഥമായൊരു വിശ്രാമം ഉണ്ടാകണമെങ്കിൽ യേശുവിലൂടെയല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതാണ് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഈ പുതിയ സൃഷ്ടിയിലേക്ക് നിങ്ങൾ പ്രവേശിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുകയാണ്. ഇപ്രകാരം നാം മാനസാന്തരപ്പെട്ട് യേശുവിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ വചനം അടുത്തതായിട്ട് പറയുന്നു, യേശുവിനെ ജലത്തിൽ സാക്ഷീകരിക്കുന്ന ഒരു അനുഭവമുണ്ട്. അതിനെ ദൈവത്തിന്റെ വചനം വിശ്വാസ സ്നാനം എന്നാണ് വിളിച്ചിരിക്കുന്നത്. തിരുവചനത്തിനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? എഴുന്നേറ്റ് നിന്റെ പാപങ്ങൾ സ്നാനപ്പെട്ട് നിന്റെ പാപങ്ങളെ കഴുകിക്കളക എന്ന് തിരുവചനത്തിൽ നമ്മൾ വായിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ജീവിതത്തെ ഒരു വസ്ത്രത്തോട് ഉപമിച്ച് തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നാം ചെയ്തു കൂട്ടുന്നതായ പാപങ്ങൾ നമ്മുടെ ജീവിത വസ്ത്രത്തിൽ വിവിധങ്ങളായ കളങ്കങ്ങളെ ഉളവാക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ ജീവിത വസ്ത്രം കഴുകി വെടിപ്പാക്കപ്പെടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന അടുത്ത അനുഭവം വിശ്വാസ സ്നാനം സ്വീകരിക്കുക എന്നുള്ളതാണ്.
ഈ അനുഭവത്തിലൂടെ നിങ്ങൾ ഒരു പുതിയ ഹൃദയവും പുതിയൊരു ആത്മാവും സമ്പാദിച്ച് മുൻപോട്ട് പോകുമ്പോൾ തിരുവചനം അതിൻ്റെ 3-ാമത്തെ അനുഭവത്തെക്കുറിച്ച് പറയുന്നു. ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ അയച്ച് നിങ്ങളെ തൻ്റെ ആലയമാക്കി മാറ്റുകയാണ്. ഈ ലോകത്തിൽ ദേവാലയങ്ങൾ എന്ന് പറയുന്ന അനേക സംവിധാനങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. ക്രൈസ്തവ ദേവാലയങ്ങളുണ്ട്. ക്രിസ്തീയ വിഭാഗത്തിൻ്റെ തന്നെ വിവിധങ്ങളായ വിഭാഗത്തിൽപ്പെട്ടവരുടെ ദേവാലയങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. ഇതര മത വിഭാഗങ്ങളിൽപ്പെട്ട എല്ലാവർക്കും ദേവാലയങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഈ പറയപ്പെടുന്ന ഒരു ദേവാലയങ്ങളിലും, കൈപ്പണിയായ ദേവാലയങ്ങളിൽ ദൈവം വസിക്കുന്നില്ല. ദൈവം വസിക്കുന്നത് നമ്മുടെ ഹൃദയമാകുന്ന ദേവാലയത്തിലാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. നിങ്ങളെ പുതിയ സൃഷ്ടിയാക്കി തീർക്കുക എന്നുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം എന്തിനു വേണ്ടിയാണ്? പുതിയ സൃഷ്ടിയായി തീർന്ന് ഒരു പുതിയ ഹൃദയവും പുതിയൊരു ആത്മാവിനെയും നിങ്ങൾക്ക് നൽകി നിങ്ങളുടെ ഹൃദയമാകുന്ന ദേവാലയത്തിൽ ദൈവത്തിന്, സർവശക്തനായ ദൈവത്തിന്, ഈ അഖിലാണ്ടത്തെ മുഴുവനും സൃഷ്ടിച്ചവനായ ദൈവത്തിന് ഇറങ്ങി വന്ന് അധിവസിക്കേണ്ടതിന് വേണ്ടിയാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യൻ്റെ ഉള്ളിലൊരു ആത്മാവിനെ ദൈവം സൃഷ്ടിച്ചതായിട്ട് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു. ഈ ആത്മാവിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് തിരുവചനം ഇങ്ങനെ പറയുകയാണ്: ആകാശത്തിൻ്റെ ഉയരം പോലെ അത് വിശാലതയാണ്, ഭൂമിയുടെ ആഴം പോലെ അതിന് പരിമാണമില്ലാത്തതാണ്. ആകാശത്തിൻ്റെ ഉയരവും ഭൂമിയുടെ ആഴവും മനുഷ്യന് ആരാഞ്ഞറിയുവാൻ കഴിയാത്തതുപോലെ ആത്മാവിൻ്റെ വിശാലതയെ അറിയുവാൻ മനുഷ്യന് സാധ്യമല്ല. വിശാലമായ ഒരു ആന്തരികമായ ഒരു അവസ്ഥ നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതാണ് ആത്മാവ്. ആ ആത്മാവിൽ ഇറങ്ങി വന്ന് വസിക്കുവാൻ ദൈവം എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ആഗ്രഹിക്കുകയാണ്. ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: ഒരു പുതിയ സൃഷ്ടിയായി തീരുക, ഒരു പുതിയ ഹൃദയം സമ്പാദിച്ചു കൊള്ളുക, ഒരു പുതിയ ആത്മാവിനെ സമ്പാദിച്ചു കൊള്ളുക എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. നിങ്ങളുടെ പഴയ വഴികൾ ഉപേക്ഷിച്ച്, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് തിരിയുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ അനുഭവങ്ങൾ നിങ്ങൾക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയും. പുതിയ സൃഷ്ടിയുടെ മറ്റൊരു അനുഭവത്തെക്കുറിച്ച് കൂടെ നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയും. അത് ഈ കൈപ്പണിയായ സകലവും ഒഴിഞ്ഞു പോകുന്നതായ ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുകയാണ്: ഒരു ദൈവ ദിവസം വരുന്നുണ്ട്. ആ ദൈവ ദിവസത്തിൽ മനുഷ്യന്റെ പണികളൊക്കെയും വെന്തുപോകുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. സുസ്ഥിരമായ അടിസ്ഥാനമിട്ടുകൊണ്ട് മനുഷ്യൻ കെട്ടിപ്പോ അമ്പരചുംബികളായ സകല പണികളും വെന്തുപോകുന്ന ഈ ഭൂമിയിൽ എത്ര ശ്രേഷ്ഠമെന്ന് പറയുന്നതായ സകല പണികളും വെന്തുപോകുന്നതായ, വെന്തഴിയുന്നതായ ഒരു ദൈവ ദിവസം വരുന്നുണ്ട്. 2000-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ട ദൈവവചനത്തിൽ ഇങ്ങനെ പറയുന്നു: മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുമെന്ന് പറയുകയാണ്. നമുക്കറിയാം, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ, ന്യൂക്ലിയർ ഫിഷൻ മുതലായ റിയാക്ഷനുകളെ കുറിച്ച് ഈ അടുത്ത കാലത്ത് 100-ലധികം വർഷങ്ങളായില്ല മനുഷ്യൻ കണ്ടുപിടിച്ചിട്ട്. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുൻപ് ദൈവത്തിൻ്റെ വചനം പറയുന്നു, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിഞ്ഞുകൊണ്ട് ഒരു ശൂന്യത സൃഷ്ടിക്കപ്പെടുവാൻ പോകുകയാണ്. സകല മനുഷ്യ പ്രവർത്തികളും കൈപ്പണിയായിട്ടുള്ള, അല്ലെങ്കിൽ ഈ പഴയ സൃഷ്ടി മുഴുവനും കത്തി അഴിയുവാൻ പോകുകയാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഇതിന് ശേഷം ദൈവം ഒരു നിത്യത സ്ഥാപിക്കുമെന്ന് നമുക്ക് കാണുവാൻ കഴിയും. എല്ലാ മതസംവിധാനങ്ങളും ഒരു സ്വർഗം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെക്കുറിച്ച് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിൻ്റെ വചനം സ്വർഗം എന്ന് പറയുന്ന സങ്കല്പത്തെയല്ല, ഒരു യാഥാർത്ഥ്യത്തെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതിനെ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ഒരു നഗരം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആ ദൈവനഗരത്തിൽ പ്രവേശിക്കേണ്ടതിന് നിങ്ങളൊരു പുതിയ സൃഷ്ടിയായി തീരേണ്ടുന്നത് അത്യന്താപേക്ഷിതമാണ്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതം അവസാനിച്ചതിനപ്പുറം, ഈ ജീവിതയാത്ര, ഈ നിങ്ങളുടെ മരണത്തിനപ്പുറം ഒരു നിത്യതയുണ്ട്. അവിടെ നിങ്ങളുടെ ആത്മാവിനൊരു നിലനിൽപ്പുണ്ട്. ആ ആത്മാവിൻ്റെ ഭദ്രതയെക്കുറിച്ച് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഉറപ്പ് പ്രാപിച്ചു കൊള്ളണം. ഒരിക്കലും ഒരു പ്രിയ സഹോദരൻ എൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, ലോകത്തിൽ ജീവിത വിജയം പ്രാപിച്ചു എന്ന് പറയും
പറയുവാൻ കഴിയുന്നത് ആർക്കാണ്? അല്ലെങ്കിൽ ആരെക്കുറിച്ച് അങ്ങനെ പറയുവാൻ കഴിയും? ഞാൻ തന്നോട് പ്രകാരം പറഞ്ഞു, മനുഷ്യനിൽ നിത്യമൂല്യമുള്ള ഒരു ആത്മാവുണ്ട്. മനുഷ്യന് മരണാനന്തരം ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ തൻ്റെ ആത്മാവിന് ഒരു സുസ്ഥിരമായൊരു നില ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ പ്രാപിപ്പാൻ ആർക്ക് കഴിയുന്നുവോ അവനാണ് ജീവിതത്തിൽ വിജയം പ്രാപിച്ച മനുഷ്യൻ എന്ന് പറയുന്നത്. ഞങ്ങളെ കേൾക്കുന്ന ആ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിജയം പ്രാപിച്ച മനുഷ്യരായി മാറ്റപ്പെടുവാൻ ആഗ്രഹമുണ്ടോ? അങ്ങനെയെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് ഇന്ന് സുവിശേഷിക്കുന്നത്, നിങ്ങളൊരു പുതിയ സൃഷ്ടിയായി തീരണം, ഒരു പുതിയ ഹൃദയം പ്രാപിക്കണം, ഒരു പുതിയ ആത്മാവിനെ പ്രാപിച്ചുകൊണ്ട് ദൈവരാജ്യത്തിനായിട്ട് ഒരുങ്ങണമെന്ന് ഞങ്ങൾ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. ഈ എല്ലാ ആത്മീയ സത്യങ്ങളെക്കുറിച്ചും ഈ ചുരുങ്ങിയ സമയങ്ങൾ കൊണ്ട് നിങ്ങളോട് അറിയിക്കുക അസാധ്യമായ കാര്യമാണല്ലോ. ആയതുകൊണ്ട് ഈ സത്യങ്ങളെക്കുറിച്ച് ഇനിയും നിങ്ങൾക്കറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിന് അഞ്ചൽ ടൗണിന് സമീപമായിട്ട് അഞ്ചൽ മിഷൻ ഹോസ്പിറ്റലിൻ്റെ സമീപം ദി ബെന്തിക്കോസ് മിഷൻ്റെ ഒരു വിശ്വാസ ഭവനവും ആരാധനാലയവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളവിടേക്ക് കടന്നു വരിക. നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ആവശ്യമായിരിക്കുന്ന ആലോചനകളെ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ്. മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ നീറുന്ന പ്രശ്നങ്ങളോ നിങ്ങൾക്ക് മാറാവ്യാധികളോ ഏതെങ്കിലും വിധത്തിലുള്ള പ്രാർത്ഥന ആവശ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ സന്നദ്ധരായൊരു സമൂഹം അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തോടുകൂടെ കടന്നു വരിക. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദേശത്തോടുള്ള ദൈവത്തിൻ്റെ ആലോചന ശ്രവിക്കുവാനിടയായി തീർന്നല്ലോ. ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഇതൊരു വ്യർത്ഥ കാര്യമല്ല. ഇത് നിങ്ങൾക്ക് നിത്യജീവൻ എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഈ വചനത്തെ വിശ്വസിച്ച് കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് നിത്യജീവൻ പ്രാപിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.